ഫാമിലി കോൺഫറൻസ് ഒരു അടിപൊളി പാട്ട് വെച്ചാൽ തുടങ്ങിയാലോ? Yes, നമ്മുടെ first program ഒട്ടും മോശമാവരുത്. So, to commence our program, we're blessed to have Suji Ranjani Auntie from St. Mary's, Houston, lead us in a devotional song based on Psalms 133. Suji Auntie has a beautiful voice and she'll surely uplift our spirits and set an awesome tone for the evening. Please welcome Suji Auntie. നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് 133 സങ്കീർത്തനത്തിലൂടെ പാടുകയും വിശുദ്ധ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ 8-ാം അധ്യായത്തിൽ നിന്ന് എഴുതിയ വാക്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എം ഇ ചെറിയൻ സർ യുഗങ്ങൾക്ക് മുന്നേ യശശരീരനായ എം ഇ ചെറിയൻ സാറിൻ്റെ ഒരു പാട്ട് പാടുവാൻ ആഗ്രഹിക്കുന്നു. എത്ര ശുഭം എത്ര മോഹനം സോദരരൊത്തു വസിപ്പതോർത്താൽ എത്ര ശുഭം എത്ര മോഹനം സോദരരൊത്തു വസിപ്പതോർത്താൽ സിയോൻ ഗിരിയാവിൽ പെയ്യുന്ന മഞ്ഞുപോൽ എത്ര ആഹാ സിയോൻ നഗരിയിൽ പെയ്യുന്ന മഞ്ഞുപോൽ എത്ര മനോഹരമേ ആഹാ എത്ര ശുഭം എത്ര മോഹനം സോദരരൊത്തു വസിപ്പതോർത്താൽ ഏകപിതാവിൻ്റെ മക്കൾ നാം യേശുവിലേകാവകാശികൾ നാം ഏകപിതാവിൻ്റെ മക്കൾ നാം യേശുവിലേകാവകാശികൾ നാം ഏകാത്മസ്നാനത്താൽ ഏക ശരീരത്തിൻ അംഗങ്ങളായവർ നാം ആഹാ ഏകാത്മസ്നാനത്താൽ ഏക ശരീരത്തിൻ അംഗങ്ങളായവർ നാം ആഹാ എത്ര ശുഭം എത്ര മോഹനം സോദരരൊത്തു വസിപ്പതോർത്താൽ ക്രിസ്തുവിൻ നിസ്തുല സ്നേഹചരണത്തിൽ കോർത്തുള്ള മുത്തുകൾ നാം ക്രിസ്തുവിൻ നിസ്തുല സ്നേഹചരണത്തിൽ കോർത്തുള്ള മുത്തുകൾ നാം മൃത്യുവോ ജീവനോ ഒന്നുമേ നമ്മെ വേർപെടുത്താവതല്ല ആഹാ മൃത്യുവോ ജീവനോ ഒന്നുമേ നമ്മെ വേർപെടുത്താവതല്ല ആഹാ എത്ര ശുഭം എത്ര മോഹനം സോദരരൊത്തു വസിപ്പതോർത്താൽ വിട്ടുപിരിയേണ്ട മണ്ണിൽ നാം കൂടുമ്പോൾ ഇത്ര സന്തോഷമെങ്കിൽ വിട്ടുപിരിയേണ്ട മണ്ണിൽ നാം കൂടുമ്പോൾ ഇത്ര സന്തോഷമെങ്കിൽ വിട്ടുപിരിയാത്ത വീട്ടിൽ നാം എത്തുമ്പോൾ എത്ര അത്യാനന്ദമേ ആഹാ വിട്ടുപിരിയാത്ത വീട്ടിൽ നാം എത്തുമ്പോൾ എത്ര അത്യാനന്ദമേ ആഹാ എത്ര ശുഭം എത്ര മോഹനം സോദരരൊത്തു വസിപ്പതോർത്താൽ സിയോൻ ഗിരിയാവിൽ പെയ്യുന്ന മഞ്ഞുപോൽ എത്ര മനോഹരമേ ആഹാ സിയോൻ നഗരിയിൽ പെയ്യുന്ന മഞ്ഞുപോൽ
ശുഭം എത്ര മോഹനം സോദരരൊത്തോ വസിച്ചുവിടുമ്പോ. Thank you so much, Sujanti, for that truly beautiful and soul-stirring devotional song. Eddie Shona, like you said, we sure did start with an adipoli പാട്ട്. പക്ഷേ ഇത് ഇവിടെ തീരുന്നുണ്ടോ? ഇല്ല, ഇനി അടുത്തതായിട്ട് we would have a കഥാപ്രസംഗം. So let's hear a biblical story, a kadaprasangam, based on a Bible story. This traditional dramatic monologue will be performed by Dia Miriam George, Abia Rachel George, Felix Korean, and Heba Korean from St. Mary's Orthodox Church, Houston. Let's listen intently as they bring this timeless story to life. Please give them a round of applause. The max on. Good evening, respected Achins and my dearly beloved in Christ. Here we are standing to tell a story that has happened 4,000 years ago. അതെ ചേച്ചാ, നമ്മൾ മലയാള കഥാപ്രസംഗമല്ലേ പറയുന്നു? അത് ശരിയാണല്ലോ. ഇവിടെ ഇരിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രതിഫലം നൽകുന്ന ദൈവം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രതിഫലം നൽകുന്ന ദൈവം. ദാനിയേലിൻ പ്രാർത്ഥന കേട്ട ദൈവം, ശക്തനാക്കുന്നതിൻ ദൈവം. ദാനിയേലിൻ പ്രാർത്ഥന കേട്ട ദൈവം, ശക്തനാക്കുന്നവൻ ദൈവം. എന്നാൽ നമുക്ക് തുടങ്ങാം. ഈ ലോകത്ത് നീരോടും പ്രാർത്ഥനയോടും ജീവിച്ച ഒരു ചെറുപ്പക്കാരനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ചെറുപ്പക്കാരന്റെ പേരാണ് ദാനിയേൽ. ദാനിയേൽ നല്ല സുന്ദരനും ബുദ്ധിശാലിയും അതിനേലുപരി പ്രാർത്ഥനയുള്ളവനുമായിരുന്നു. ജോലി എന്താണെന്നറിയാമോ? ഒരു രാജ്യത്തിന്റെ 120 ഗവർണർമാരുടെ മേൽ അധികാരി. നമ്മുടെ മേലധികാരി, അധികാരി, അധികാരി, നമ്മുടെ മേലധികാരി. നെബൂഖദ്നേസർ രാജാവിന്റെ കാലത്തിൽ യെരൂശലേമും ബാബിലോണും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ യെരൂശലേം തോറ്റു, ബാബിലോൺ ജയിച്ചു. ബാബിലോൺ ദൈവത്തിന്റെ വിശുദ്ധ പാത്രങ്ങളും യഹൂദന്മാരെയും കൂട്ടിക്കൊണ്ടു പോയി. നമ്മുടെ ദാനിയേലും ഒരു യഹൂദനായിരുന്നു. നെബൂഖദ്നേസർ രാജാവിന് ആയിരുന്നു രാജാവ്. അക്കാലത്ത് നെബൂഖദ്നേസർ രാജാവ് അദ്ദേഹത്തിന്റെ മന്ത്രിയെടുത്ത് അരുളി ചെയ്തു, മന്ത്രി തടവറയിൽ നിന്നും 4 യുവാക്കളെ തിരഞ്ഞെടുക്കുകയും അവ 4 ശക്തരും ബുദ്ധിശാലികളും ആയിരിക്കണം. അങ്ങനെ നമ്മുടെ മന്ത്രി 4 യുവാക്കളെ തിരഞ്ഞെടുത്തു. ഇവ 4 അസറിയ, ഹനന്യ, മിശായേൽ, പിന്നെ നമ്മുടെ ദാനിയേലും. തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്തു 4 ശക്തന്മാരെ, തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്തു ദാനിയേലിനെ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്തു 4 ശക്തന്മാരെ, തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്തു ദാനിയേലിനെ തിരഞ്ഞെടുത്തു. ദാനിയേലിനും ആ കൂട്ടുകാർക്കും ഒരു പ്രത്യേക പേര് ഷണ്ഡാധിപൻ കൊടുത്തിരുന്നു. ദാനിയേലിന് ബെൽത്തേശസാർ, ഹനന്യായ്ക്ക് ശദ്രക്, മിശായേലിന് മേശക്, അസ്രിയായ്ക്ക് അബേദ്നെഗോ എന്നും. ദാനിയേലിന് ദൈവം പ്രത്യേക കഴിവുകൾ കൊടുത്തിരുന്നു. സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും ഉള്ളൊരു കഴിവ്. രാജാവ് നൽകിയ ഭക്ഷണവും പരിശീലനങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം രാജാവിനോടൊരു ചോദ്യം ചോദിച്ചു. പ്രഭാതത്തിൽ 4 കാലിലും ഉച്ചയ്ക്ക് 2-ലും വൈകുന്നേരം 3-നും നടക്കുന്ന ഒരു ജീവിയുടെ പേര് പറയൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയില്ല അല്ലേ? മനുഷ്യൻ. ഉത്തരം കേട്ട രാജാവ് അതിശയിച്ചു. ദാനിയേലിനെ
മേൽ തലവനാക്കി. അങ്ങനെ ഇരിക്കെ രാജാവ് ഒരു സ്വപ്നം കാണുന്നു. ഈ സ്വപ്നത്തിന്റെ അർത്ഥം രാജാവ് കൊട്ടാരത്തുള്ള എല്ലാ മന്ത്രികളോടും ജ്ഞാനികളോടും പുരോഹിതന്മാരോടും ചോദിച്ചു. എന്നാലോ ആർക്കും ഇതിന് ഉത്തരം പറയുവാൻ സാധിച്ചില്ല. ദാനിയേലിന് ദൈവം ഈ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. ദാനിയേൽ ഇത് ചെന്ന് രാജാവിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അന്ന് കുറച്ചു നാളുകൾക്ക് ശേഷം നെബൂഖദ്നേസർ രാജാവ് മരണമടഞ്ഞു. അങ്ങനെ ബെൽഷസാർ രാജാവായി. അവിടെ കൊട്ടാരത്തിൽ ഒരു വലിയ വിരുന്നൊരുക്കിയിരുന്നു. ആ വിരുന്നിൽ മാംസവും വീഞ്ഞും വിളമ്പിയത് ദൈവത്തിന്റെ വിശുദ്ധ പാത്രങ്ങളിലായിരുന്നു. ആ വിരുന്നിന് ഇടയിൽ ബെൽഷസാർ രാജാവ് ഒരു കാഴ്ച കണ്ടു. ഈ കാഴ്ച കണ്ട് ബെൽഷസാർ രാജാവ് ഭയപ്പെട്ടു. ദൈവത്തിന്റെ സ്വന്തം കൈപ്പടിയിൽ അതാ ആ ഭിത്തിമേൽ എഴുതിക്കുന്നു. ഈ പ്രകാരം എഴുതിയേക്കുന്നത് ദാനിയേലല്ലാതെ മറ്റാർക്കും ഇത് പറയുവാനോ ഇത് വായിക്കുവാനോ സാധിച്ചില്ല. ആ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: മെനെ, അങ്ങയുടെ രാജ്യം ഇനി ഇരിക്കുവാൻ യോഗ്യതുമല്ല. തെക്കേ, ഇനിയും ഈ രാജ്യത്തിന്റെ ദിവസങ്ങൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു. ഉഫാർസി, അങ്ങയുടെ രാജ്യം മറ്റാളുകൾക്ക് നൽകപ്പെടും. ഇത് കേട്ട് രാജാവ് ദാനിയേലിനെ മേൽ തലവനാക്കി. അന്ന് ആ രാത്രി ബെൽഷസാർ രാജാവ് മരണമടഞ്ഞു. അങ്ങനെ ദാരിയസ് രാജാവായി. നിങ്ങൾക്ക് അത് അറിയത്തില്ലേ? അറിയാം. എന്നാ നിങ്ങൾ തുടങ്ങിക്കോ. ശരി. ഡാരിയസ് രാജാവിന്റെ അടുത്ത കൂട്ടുകാരനായിരുന്നു ഡാനിയേൽ. ഡാരിയസ് രാജാവിന്റെ മറ്റു കൂട്ടുകാർക്ക് ഡാനിയേലിനെ ഇഷ്ടമല്ല. അതെന്താ? ഡാരിയസ് രാജാവിന്റെ മൂന്നാമത്തെ മേലധികാരനായിരുന്നു ഡാനിയേൽ. ഡാരിയസ് രാജാവിന്റെ കൂട്ടുകാർ ഒരു നിയമമുണ്ടാക്കി. എന്തോ നിയമം? ബാബിലോണിലുള്ള എല്ലാ ജനങ്ങളും ഡാരിയസ് രാജാവിനെ പുകഴ്ത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നു. നിയമം വഞ്ചിക്കാത്തവരെ സിംഹക്കുഴിയുന്നു. എന്നാലോ ഡാനിയേൽ 3 നേരം ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഡാരിയസ് രാജാവിന്റെ കൂട്ടുകാർ ഇത് അറിയാവുന്ന ഇത് ചെന്ന് ദാരിയസ് രാജാവിന്റെ അടുത്ത് പറയുകയും ചെയ്തു. ഡാരിയസ് രാജ വളരെ പ്രയാസത്തോടെ ഡാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു. രാജാവ് രാത്രി മുഴുവനും വളരെ അസ്വസ്ഥനായിരുന്നു. രാവിലെ രാജാവ് സിംഹത്തിന്റെ കുഴിയിൽ എത്തി. കാണുന്നത് സിംഹത്തിന്റെ തലോടുന്ന ഡാനിയേലാണ്. രാജാവ് ഇത് കണ്ടപ്പോൾ അതിശയിച്ചു. ആ സിംഹക്കുഴിയിലും ദാനിയേൽ മുതുങ്ങാതെ പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വാ മൂടിക്കെട്ടി. ദാനിയേലിൻ ദൈവമേ കൂട്ടാളി ആണേ. അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമേ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞങ്ങൾ ആനന്ദദായകം. Thank you. Thank you. ഈ വർഷം ഫാമിലി കോൺഫറൻസിനായി നമ്മളും പോകുന്നില്ലേ ചേട്ടാ? ഈ വർഷം നമ്മൾ ജോലി തിരക്കുള്ള സമയമാണ്. ഈ വർഷം ഫാമിലി കോൺഫറൻസിനായി നമ്മളും പോകുന്നില്ലേ ചേട്ടാ? ഈ വർഷം നമ്മൾ പോകുന്നില്ല, ജോലി തിരക്കുള്ള
തിരക്കുള്ള സമയമാണ്. രാജേഷ് അച്ഛൻ വന്നു വിളിച്ചിട്ടു പോയി, ചെല്ലാമെന്നോ ഞാൻ അങ്ങേറ്റു ചേട്ടാ. പെണ്ണെ പറഞ്ഞില്ലേ ഈ വർഷം നമ്മൾ ഫാമിലി കോൺഫറൻസിന് പോകുന്നില്ല. സെന്റ് തോമസ് കത്തീഡ്രൽ കമ്മിറ്റിക്കാർ രജിസ്ട്രേഷൻ ചെയ്യാനായി ഓടി നടക്കുന്നു. അവരെല്ലാം കമ്മിറ്റി ഓടി നടക്കട്ടെ, നീ ആ വഴിക്കൊന്നും പോകണ്ടാടി. രജിസ്ട്രേഷൻ ഈ വർഷം $60. 2 പേരെ അങ്ങ് ബുക്ക് ചെയ്യൂ. $60 5000 അടുത്താണ്ടിൽ നിന്നെ ഞാൻ കൊണ്ടുപോകാം. രജിസ്ട്രേഷൻ ഈ വർഷം വെറും $60. 2 പേരെ അങ്ങ് ബുക്ക് ചെയ്യൂ. $60 5000. കൽപ്പനയോടെ ജീവിതമാ സീനായ് മാമലയിൽ എഴുതി ചെടിയാ വളരേണമേയരോരേ മനോഹരങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായ് മാമലയിൽ എഴുതി ചെടിയാ വളരേണമേയരോരേ മോചനം ചൊരിഞ്ഞവനെ മോശയായൂതനെ മോചനം ചൊരിഞ്ഞവനെ മനസ്സിലെ മരുവിലും സമാഗമന കൂടാരവുമായി നിൽപ്പുനിൻ മുന്നിൽ ഞാൻ എന്റെ പാപഭാരമേ മനോഹരങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായ് മാമലയിൽ എഴുതി ചെടിയാ വളരേണമേയരോരേ കണ്ട ഈ ശരീരവും ജീവനും പൊതിഞ്ഞിടുവാ കണ്ട ഈ ശരീരവും ജീവനും പൊതിഞ്ഞിടുവാ മുകളിൽ നീ മുകിടുപോ പറന്നൊഴുകണേ ഈ മരുഭൂമി പാറയിൽ വെള്ളമാ എന്റെ ദാഹം തീർക്കണമേ
മനോഹരകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനാൻ മാലയിൽ എഴുതി ചെറിയ വളരേണമേയോതി Thank you so much. Wow. നാവിൽ എന്നീശോദൻ നാമം കാതിൽ എന്നീശോദൻ നാദം കണ്ണിൽ ഈശോദൻ രൂപം നെഞ്ചിൽ ഈശോദൻ സ്നേഹം മനസ്സു നിറയെ നന്ദി മാത്രം നാവിൽ എന്നീശോദൻ നാമം കാതിൽ എന്നീശോദൻ നാദം കണ്ണിൽ ഈശോദൻ രൂപം നെഞ്ചിൽ ഈശോദൻ സ്നേഹം മനസ്സു നിറയെ നന്ദി മാത്രം നാവിൽ എന്നീശോദൻ നാമം നീ എൻ അരികിൽ വന്നു ഉള്ളം തരളിതമായി കാതിൽ തിരുമൊഴി കേട്ടു നീ എൻ പൈതലല്ലേ ആണിപ്പഴുതുള്ള കൈകളാലെന്നെ മാറോടു ചേർത്തണച്ചു നാവിൽ എന്നീശോദൻ നാമം കാതിൽ എന്നീശോദൻ നാദം മഹിയും മഹിതാശകളും എന്നെ പുൽകിടുമ്പോൾ എന്നും നിൻഹിതമറിയാൻ ഹൃദയം പ്രാപ്തമാക്കൂ
എന്നിതമല്ല തിരുഹിതമെന്നും എന്നിൽ നിറവേറണം. നാവിൽ എന്നീശോദൻ നാമം, കാതിൽ എന്നീശോദൻ നാദം, കണ്ണിൽ ഈശോദൻ രൂപം, നെഞ്ചിൽ ഈശോദൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. Thank you. Thank you for the beautiful song. Our next program is a skit by Sarai and Lucas Matthews titled If People in the Bible Had iPhones. So, is everybody here? Are we ready to order? I'm about to DoorDash a bunch of fish dinners for everybody. Jesus is on the way, so we can maybe just get a couple. He'll take care of us. Alright, just 2 then. And maybe 5 loaves of bread to go with it. Can I Venmo you for the fish dinner? Sure. Oh my gosh, dude. Judas just sent me a Venmo request. What the heck? Jesus got a blue check mark. How did he get verified? FR. He only has 12 followers. Bro, I was looking at Facebook right now, and look at this. Joseph and his brothers are selling him. Can they be doing that? Oh, Joe, he keeps going on and on about how he's losing everything. They're probably gonna get a Kickstarter up, bro. Bro, I was talking to Mary and Joseph last week, and they're turning to Priceline. They're trying to find a hotel in Bethlehem, but couldn't find anything. They had to like Airbnb in some like barn. Like, dude, it's brutal. OMG. If Noah posts one more time about this DIY project, I am so done. Real. He keeps going on and on about the instructions he got from heaven. Like, dude, nobody's even gonna get on the boat. Are you friends with the prodigal son on Snapchat? Have you seen his stories? Yeah, he just left his dad's house. He's a jerk. He's insane. Not safe for work. Have you heard from Paul in a while? No, maybe he's in prison again. Again? Dude, Jesus came to town on a donkey. Yeah, I heard. Could he not just Uber? Are you in the group chat with Shadrach, Meshach, and Abednego? No, what about it? I used this fire emoji and they got all offended. Whoa, that's weird. Listen to this. Jonah went deep sea diving 3 days ago. Have you heard from him? No, maybe he doesn't have service. Do you follow Saul? Yeah. He changed his name to Paul. Whoa, wait dude, do you have the locations on for the children of Israel? They're just like wandering around and around and it literally makes no sense. Yeah, I checked the weather and it says there's a 50% chance of bread. That's weird. Oh my gosh, Abraham and Isaac posted a selfie. They're heading towards the mountains. Yeah, a little fun father-son bonding trip. That sounds amazing. Yeah, what could go wrong? Wait, what's that rope doing there? We hope you enjoyed the entertainment. വേദനയാലെ കരയുന്ന രോഗിയെ ആശ്വസിപ്പിക്കുന്നവൻ ആതുര സേവന പാതയിലെന്നും സ്നേഹം വിടർത്തുന്നാരൻ വേദനയാലെ കരയുന്ന രോഗിയെ
ആശ്വസിപ്പിക്കുന്നവൻ ഭൂമിയെക്കാളും ക്ഷമ വേണ്ടുന്ന ജോലിയാണിവരുടെ സേവനം ഭൂമിയെക്കാളും ക്ഷമ വേണ്ടുന്ന ജോലിയാണിവരുടെ സേവനം മന്ദസ്മിതത്തോടെ ഏതൊരു ഷിഫ്റ്റിലും ജോലിക്ക് എത്തുന്ന ആരൻ മന്ദസ്മിതത്തോടെ ഏതൊരു ഷിഫ്റ്റിലും ജോലിക്ക് എത്തുന്ന ആരൻ ആതുര സേവന പാതയിലെന്നും സ്നേഹം വിടർത്തുന്ന ആരൻ എത്ര ചെയ്താലും തീരാത്ത ജോലികൾ ചെയ്തു മടുക്കാത്ത ആരൻ എത്ര ചെയ്താലും തീരാത്ത ജോലികൾ ചെയ്തു മടുക്കാത്ത ആരൻ എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങൾ അന്നദാനേശ്വരി ആരൻ എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങൾ അന്നദാനേശ്വരി ആരൻ ആതുര സേവന പാതയിലെന്നും സ്നേഹം വിടർത്തുന്ന ആരൻ കണ്ണുനീർ തോന്ന രോഗികളോടെ കണ്ണു തുടയ്ക്കുന്ന ആരൻ കണ്ണുനീർ തോന്ന രോഗികളോടെ കണ്ണു തുടയ്ക്കുന്ന ആരൻ കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ഫ്ലോറൻസ് നൈറ്റിംഗേലും കാര്യത്തിൽ ആരനും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ഫ്ലോറൻസ് നൈറ്റിംഗേലും ആതുര സേവന പാതയിലെന്നും സ്നേഹം വിളമ്പുന്ന ആരൻ വേദനയാലെ കരയുന്ന രോഗിയെ ആശ്വസിപ്പിക്കുന്ന ആരൻ. Sorry for the problem.
കിഴക്ക് മലതേരെ വരും പതുക്കെ പാടത്ത് കിളി പറന്ന് വരും കാലനാട് ദൂരെ താഴ്വാരങ്ങളിൽ നീരെ പൊൽപ്പാടങ്ങളിൽ വരവായി മേഷവുമായി ഇടയനെ കേൾക്കുവാനായി പതിവായി പേരിൽ നേരാം അറിയാൻ ചൊല്ലി ഈശോ ചൊല്ലി ഞാനാടുകൾക്കായും ജീവനേ అత్యున్నతమైన సింహాసనం పై ఆసీనుడవైన గొప్ప దేవుడా అత్యున్నతమైన సింహాసనం పై ఆసీనుడవైన గొప్ప దేవుడా నీవే నా దేవుడవని కీర్తనలు తేజోమయుడా రక్షణకర్త నీవే నా దేవుడవని గణపతులు మార్గం వేసే సత్యం వేసే జీవం వేసే సర్వం వేసే మార్గం వేసే సత్యం వేసే జీవం వేసే సర్వం మార్గం వేసే సత్యం వేసే జీవం వేసే సర్వం వేసే మార్గం వేసే సత్యం వేసే జీవం వేసే సర్వం వేసే మార్గం వేసే సత్యం వేసే జీవం వేసే సర్వం వేసే మార్గం వేసే సత్యం వేసే జీవం వేసే సర్వం. That was an amazing dance by these girls. They never disappoint. Let's give them a round of applause. He'll make your path straight.
मन की राह चलाएगा मुझे दिन में स्तंभ रात्रि स्तंभ मन की राह चलाएगा मुझे मेरे दुखों का होगा दमन आंसू पोंछेगा जो आंखों की नम मेरे दुखों का होगा दमन आंसू पोंछेगा जो आंखों की नम राजा बन के जब बादलों पर आएगा मैं भी उसके संग जाऊंगा राजा बन के जब बादलों पे आएगा मैं भी उसके संग जाऊंगा मेरा यीशु है मुझको भला वही काफी है सदा सर्वदा दुख में रोग में और मुसीबत में मेरे मन वही काफी है तुझे दुख में रोग में और मुसीबत में मेरे मन वही काफी है तुझे എന്റെ യേശുവേ എനിക്ക് നല്ലവൻ അവൻ എന്നെന്നും മതിയായവൻ ആപത്തിൽ ലോകത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ ആപത്തിൽ ലോകത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ മനമേ അവൻ മതിയായവൻ മനമേ അവൻ മതിയായവൻ Thank you, St. Mary's, for that wonderful performance with Malayalam. Thank you.
సెలవిచ్చెను విలాపములకు చెవినిచ్చెను శ్రమకరాపములకు సెలవిచ్చెను శిలానగముపైకి లాగినను సుఖకళాగరుల మనసులోన నిలిచెను Wow, weren't you? ഏഞ്ചലെ നമുക്ക് ഈ 2024 ഫാമിലി കോൺഫറൻസ് ഒരു അടിപൊളി പാട്ട് വെച്ചാൽ തുടങ്ങിയാലോ? Yes, നമ്മുടെ first program ഒട്ടും മോശമാവരുത്. So, to commence our program, we're blessed to have Soji Ranjani Auntie from St. Mary's Houston lead us in a devotional song based on Psalms 133. Soji Auntie has a beautiful voice and she'll surely uplift our spirits and set an awesome tone for the evening. Please welcome Soji Auntie. നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് 133 സങ്കീർത്തനത്തിലൂടെ പാടുകയും വിശുദ്ധ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ 8-ാം അധ്യായത്തിൽ നിന്ന് എഴുതിയ വാക്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എമ്മി ചെറിയൻ സർ യുഗങ്ങൾക്ക് മുന്നേ യശശരീരനായ എമ്മി ചെറിയൻ സാറിൻ്റെ ഒരു പാട്ട് പാടുവാൻ ആഗ്രഹിക്കുന്നു. എത്ര ശുഭം എത്ര മോഹനം സോദരരൊത്തു വസിപ്പതോർത്താൽ എത്ര ശുഭം എത്ര മോഹനം സോദരരൊത്തു വസിപ്പതോർത്താൽ സിയോൻ ഗിരിയാതിൽ പെയ്യുന്ന മഞ്ഞുപോൽ എത്ര മനോഹരമേ ആഹാ സിയോൻ നഗരിയിൽ പെയ്യുന്ന മഞ്ഞുപോൽ എത്ര മനോഹരമേ ആഹാ എത്ര ശുഭം എത്ര മോഹനം സോദരരൊത്തു വസിപ്പതോർത്താൽ ഏകപിതാവിൻ്റെ മക്കൾ നാം യേശുവിൽ ഏകാവകാശികൾ നാം ഏകപിതാവിൻ്റെ മക്കൾ നാം യേശുവിൽ ഏകാവകാശികൾ നാം ഏകാത്മസ്നാനത്താൽ ഏക ശരീരത്തിൻ അംഗങ്ങളായവർ നാം ആഹാ ഏകാത്മസ്നാനത്താൽ ഏക ശരീരത്തിൻ അംഗങ്ങളായവർ നാം ആഹാ എത്ര ശുഭം എത്ര മോഹനം സോദരരൊത്തു വസിപ്പതോർത്താൽ ക്രിസ്തുവിൻ നിസ്തുല സ്നേഹചരടതിൽ കോർത്തുള്ള മുത്തുകൾ നാം ക്രിസ്തുവിൻ നിസ്തുല സ്നേഹചരടതിൽ കോർത്തുള്ള മുത്തുകൾ നാം മൃത്യുവോ
എത്ര ശുഭം എത്ര മോഹനം സോദരരൊത്തു വസിപ്പതോർത്താൽ വിട്ടു പിരിയേണ്ട മണ്ണിൽ നാം കൂടുമ്പോൾ ഇത്ര സന്തോഷമെങ്കിൽ വിട്ടു പിരിയേണ്ട മണ്ണിൽ നാം കൂടുമ്പോൾ ഇത്ര സന്തോഷമെങ്കിൽ വിട്ടു പിരിയാത്ത വീട്ടിൽ നാം എത്തുമ്പോൾ എത്ര അത്യാനന്ദമേ. ആഹാ, വിട്ടു പിരിയാത്ത വീട്ടിൽ നാം എത്തുമ്പോൾ എത്ര അത്യാനന്ദമേ. ആഹാ, എത്ര ശുഭം എത്ര മോഹനം സോദരരൊത്തു വസിപ്പതോർത്താൽ സിയോൻ ഗിരിയാതിൽ പെയ്യുന്ന മഞ്ഞുപോൽ എത്ര മനോഹരമേ. ആഹാ, സിയോൻ നഗരിയിൽ പെയ്യുന്ന മഞ്ഞുപോൽ എത്ര മനോഹരമേ. എത്ര ശുഭം എത്ര മോഹനം സോദരരൊത്തു വസിക്കുമ്പോൾ. Thank you so much, Sujayanti, for that truly beautiful and soul-stirring devotional song. Edishona, like you said, we sure did start with an adipoli പാട്ട്. പക്ഷേ ഇതിവിടെ തീരുന്നുണ്ടോ? ഇല്ല, ഇനി അടുത്തതായിട്ട് we would have a കഥാപ്രസംഗം. So let's hear a biblical story, a kadaprasangam, based on a Bible story. This traditional dramatic monologue will be performed by Dia Miriam George, Abia Rachel George, Felix Korean, and Heba Korean from St. Mary's Orthodox Church, Houston. Let's listen intently as they bring this timeless story to life. Please give them a round of applause. Good evening, respected Ajins and my dearly beloved in Christ. Here we are standing to tell a story that has happened 4,000 years ago. അതെ ചേച്ചാ, നമ്മൾ മലയാള കഥാപ്രസംഗമല്ലേ പറയുന്നു? അത് ശരിയാണല്ലോ. ഇവിടെ ഇരിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രതിഫലം നൽകുന്ന ദൈവം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രതിഫലം നൽകുന്ന ദൈവം. ദാനിയേലിൻ പ്രാർത്ഥന കേട്ട ദൈവം, ശക്തനാക്കുന്നവൻ ദൈവം. ദാനിയേലിൻ പ്രാർത്ഥന കേട്ട ദൈവം, ശക്തനാക്കുന്നവൻ ദൈവം. എന്നാ നമുക്ക് തുടങ്ങാം. ഈ ലോകത്ത് നീരോടും പ്രാർത്ഥനയോടും ജീവിച്ച ഒരു ചെറുപ്പക്കാരനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ചെറുപ്പക്കാരന്റെ പേരാണ് ദാനിയേൽ. ദാനിയേൽ നല്ല സുന്ദരനും ബുദ്ധിശാലിയും അതിനേലുപരി പ്രാർത്ഥനയുള്ളവനുമായിരുന്നു. ജോലി എന്താണെന്നറിയാമോ? ഒരു രാജ്യത്തിന്റെ 120 ഗവർണർമാരുടെ മേൽ അധികാരി. നമ്മുടെ മേൽ അധികാരി, 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 നമ്മുടെ മേൽ അധികാരി. നെബൂഖദ്നേസർ രാജാവിന്റെ കാലത്തിൽ യെരൂശലേമും ബാബിലോണും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ യെരൂശലേം തോറ്റു, ബാബിലോൺ ജയിച്ചു. ബാബിലോൺ ദൈവത്തിന്റെ വിശുദ്ധ പാത്രങ്ങളും യഹൂദന്മാരെയും കൂട്ടിക്കൊണ്ടുപോയി. നമ്മുടെ ദാനിയേലും ഒരു യഹൂദനായിരുന്നു. നെബൂഖദ്നേസർ രാജാവിന്റെ ആയിരുന്നു രാജാവ്. അക്കാലത്ത് നെബൂഖദ്നേസർ രാജാവ് അദ്ദേഹത്തിന്റെ മന്ത്രിയെടുത്ത് അരുളി ചെയ്തു, മന്ത്രി തടവറയിൽ നിന്നും 4 യുവാക്കളെ തിരഞ്ഞെടുക്കുകയും അവ 4 ശക്തരും ബുദ്ധിശാലികളും ആയിരിക്കണം. അങ്ങനെ
നമ്മുടെ മന്ത്രി 4 യുവാക്കളെ തിരഞ്ഞെടുത്തു. ഇവ 4 അസറിയ, ഹനന്യ, മിഷായൽ, പിന്നെ നമ്മുടെ ദാനിയേലും. തിരഞ്ഞെടുത്തു 4 ശക്തന്മാരെ, തിരഞ്ഞെടുത്തു ദാനിയേലിനെ തിരഞ്ഞെടുത്തു 4 ശക്തന്മാരെ, തിരഞ്ഞെടുത്തു ദാനിയേലിനെ തിരഞ്ഞെടുത്തു. ദാനിയേലിനും ആ കൂട്ടുകാർക്കും ഒരു പ്രത്യേക പേര് ഷണ്ഡാധിപൻ കൊടുത്തിരുന്നു. ദാനിയേലിന് ബെൽതേശസാർ, ഹനന്യായ്ക്ക് ശദ്രക്, മിഷായേലിന് മേശക്, അസ്രിയായ്ക്ക് അബേദ്നഗോ എന്നും. ദാനിയേലിന് ദൈവം പ്രത്യേക കഴിവുകൾ കൊടുത്തിരുന്നു. സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും ഉള്ളൊരു കഴിവ്. രാജാവ് നൽകിയ ഭക്ഷണവും പരിശീലനങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം രാജാവിനോടൊരു ചോദ്യം ചോദിച്ചു. പ്രഭാതത്തിൽ 4 കാലിലും ഉച്ചയ്ക്ക് 2-ലും വൈകുന്നേരം 3-നും നടക്കുന്ന ഒരു ജീവിയുടെ പേര് പറയൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയില്ല അല്ലേ? മനുഷ്യൻ. ഉത്തരം കേട്ട രാജാവ് അതിശയിച്ചു. ദാനിയേലിനെ മേൽ തലവനാക്കി. അങ്ങനെ ഇരിക്കെ രാജാവ് ഒരു സ്വപ്നം കാണുന്നു. ഈ സ്വപ്നത്തിന്റെ അർത്ഥം രാജാവ് കൊട്ടാരത്തുള്ള എല്ലാ മന്ത്രികളോടും ജ്ഞാനികളോടും പുരോഹിതന്മാരോടും ചോദിച്ചു. എന്നാലോ ആർക്കും ഇതിന് ഉത്തരം പറയുവാൻ സാധിച്ചില്ല. ദാനിയേലിന് ദൈവം ഈ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. ദാനിയേൽ ഇത് ചെന്ന് രാജാവിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അന്ന് കുറച്ചു നാളുകൾക്ക് ശേഷം നെബൂഖദ്നേസർ രാജാവ് മരണമടഞ്ഞു. അങ്ങനെ ബെൽഷസാർ രാജാവായി. അവിടെ കൊട്ടാരത്തിൽ ഒരു വലിയ വിരുന്നൊരുക്കിയിരുന്നു. ആ വിരുന്നിൽ മാംസവും വീഞ്ഞും വിളമ്പിയത് ദൈവത്തിന്റെ വിശുദ്ധ പാത്രങ്ങളിലായിരുന്നു. ആ വിരുന്നിന് ഇടയിൽ ബെൽഷസാർ രാജാവ് ഒരു കാഴ്ച കണ്ടു. ഈ കാഴ്ച കണ്ട് ബെൽഷസാർ രാജാവ് ഭയപ്പെട്ടു. ദൈവത്തിന്റെ സ്വന്തം കൈപ്പടയിൽ അതാ ആ ഭിത്തിമയിൽ എഴുതിക്കുന്നു. ഈ പ്രകാരം എഴുതിയേക്കുന്നത് ദാനിയേലല്ലാതെ മറ്റാർക്കും ഇത് പറയുവാനോ ഇത് വായിക്കുവാനോ സാധിച്ചില്ല. ആ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: മെനെ, അങ്ങയുടെ രാജ്യം ഇനി ഇരിക്കുവാൻ യോഗ്യതുമല്ല. തെക്കേ, ഇനിയും ഈ രാജ്യത്തിന്റെ ദിവസങ്ങൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു. ഉഫാർസി, അങ്ങയുടെ രാജ്യം മറ്റാളുകൾക്ക് നൽകപ്പെടും. ഇത് കേട്ട് രാജാവ് ദാനിയേലിനെ മേൽ തലവനാക്കി. അന്ന് ആ രാത്രി ബെൽഷസാർ രാജാവ് മരണമടഞ്ഞു. അങ്ങനെ ദാരിയസ് രാജാവായി. നിങ്ങൾക്കൊക്കെ അത് അറിയത്തില്ലേ? അറിയാം. എന്നാ നിങ്ങൾ തുടങ്ങിക്കോ. ശരി. ഡാരിയസ് രാജാവിന്റെ അടുത്ത കൂട്ടുകാരനായിരുന്നു ഡാനിയേൽ. ഡാരിയസ് രാജാവിന്റെ മറ്റു കൂട്ടുകാർക്ക് ഡാനിയേലിനെ ഇഷ്ടമല്ല. അതെന്താ? ഡാരിയസ് രാജാവിന്റെ 3ാമത്തെ മേലധികാരനായിരുന്നു ഡാനിയേൽ. ഡാരിയസ് രാജാവിന്റെ കൂട്ടുകാർ ഒരു നിയമമുണ്ടാക്കി. എന്തോ നിയമം? ബാബിലോണിലുള്ള എല്ലാ ജനങ്ങളും ഡാരിയസ് രാജാവിനെ പുകഴ്ത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നു. നിയമം വഞ്ചിക്കാത്തവർ സിംഹക്കുഴിയും. എന്നാലോ ഡാനിയേൽ 3 നേരം ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഡാരിയസ് രാജാവിന്റെ കൂട്ടുകാർ ഇത് അറിയാവുന്ന ഇത് ചെന്ന് ദാരിയസ് രാജാവിന്റെ അടുത്ത് പറയുകയും ചെയ്തു. ഡാരിയസ് രാജ വളരെ പ്രയാസത്തോടെ ഡാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു. രാജാവ് രാത്രി മുഴുവനും വളരെ അസ്വസ്ഥനായിരുന്നു. രാവിലെ രാജാവ് സിംഹത്തിന്റെ കുഴിയിൽ എത്തി. കാണുന്നത് സിംഹത്തിന്റെ തലോടുന്ന ഡാനിയേലാണ്. രാജാവ് ഇത് കണ്ടപ്പോൾ അതിശയിച്ചു. ആ സിംഹക്കുഴിയിലും ദാനിയേൽ മുതുങ്ങാതെ പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വാ മൂടിക്കെട്ടി. ദാനിയേലിൻ ദൈവമേ കൂട്ടാളി
ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. താങ്ക് യു. ഈ വർഷം ഫാമിലി കോൺഫറൻസിനായി ചേട്ടാ ഈ വർഷം നമ്മൾ ജോലി തിരക്കുള്ള സമയമാണ്. ഈ വർഷം ഫാമിലി കോൺഫറൻസിനായി നമ്മളും പോകുന്നില്ലേ ചേട്ടാ ഈ വർഷം നമ്മൾ പോകുന്നില്ല ജോലി തിരക്കുള്ള സമയമാണ്. രാജേഷ് അച്ഛൻ വന്നു വിളിച്ചിട്ടു പോയി ചെല്ലാമെന്നോ ഞാൻ അങ്ങേറ്റു ചേട്ടാ പെണ്ണെ പറഞ്ഞില്ലേ ഈ വർഷം നമ്മൾ ഫാമിലി കോൺഫറൻസിന് പോകുന്നില്ല. സെന്റ് തോമസ് കത്തീഡ്രൽ കമ്മിറ്റിക്കാർ രജിസ്ട്രേഷൻ ചെയ്യാനായി ഓടി നടക്കുന്നു. അവരെല്ലാം കമ്മിറ്റി ഓടി നടക്കട്ടെ നീ ആ വഴിക്കൊന്നും പോകണ്ടാടി. രജിസ്ട്രേഷൻ ഈ വർഷം $60 രണ്ടുപേരെ അങ്ങ് ബുക്ക് ചെയ്യൂ. $60 5000 അടുത്താണ്ടിൽ നിന്നെ ഞാൻ കൊണ്ടുപോകാം. രജിസ്ട്രേഷൻ ഈ വർഷം വെറും $60 രണ്ടുപേരെ അങ്ങ് ബുക്ക് ചെയ്യൂ. $60 5000 അടുത്താണ്ടിൽ നിന്നെ ഞാൻ കൊണ്ടുപോകാം. നമ്മുടെ ഏഞ്ചലെ നമുക്ക് ഈ 2024 ഫാമിലി കോൺഫറൻസ് ഒരു അടിപൊളി പാട്ട് വെച്ചാൽ തുടങ്ങിയാലോ? യെസ്, നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം ഒട്ടും മോശമാവരുത്. So, to commence our program, we're blessed to have Sojan Ranjani Aunty from St. Mary's, Houston, lead us in a devotional song based on Psalms 133. Sojan Aunty has a beautiful voice and she'll surely uplift our spirits and set an awesome tone for the evening. Please welcome Sojan Aunty. നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് 133 സങ്കീർത്തനത്തിലൂടെ പാടുകയും വിശുദ്ധ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ 8-ാം അധ്യായത്തിൽ നിന്ന് എഴുതിയ വാക്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എം ഇ ചെറിയൻ സർ യുഗങ്ങൾക്ക് മുന്നേ യശശരീരനായ എം ഇ ചെറിയൻ സാറിൻ്റെ ഒരു പാട്ട് പാടുവാൻ ആഗ്രഹിക്കുന്നു. എത്ര ശുഭം എത്ര മോഹനം സോദരരൊത്തു വസിപ്പതോർത്താൽ എത്ര ശുഭം എത്ര മോഹനം സോദരരൊത്തു വസിപ്പതോർത്താൽ സിയോൻ ഗിരിയാതിൽ പെയ്യുന്ന മഞ്ഞുപോൽ എത്ര മനോഹരമേ ആഹാ സിയോൻ നഗരിയിൽ പെയ്യുന്ന മഞ്ഞുപോൽ എത്ര മനോഹരമേ ആഹാ എത്ര
ശുഭം എത്ര മോഹനം സോദരരുത്തു വസിപ്പതോർത്താൽ ഏകപിതാവിൻ്റെ മക്കൾ നാം യേശുവിലേകാവകാശികൾ നാം ഏകപിതാവിൻ്റെ മക്കൾ നാം യേശുവിലേകാവകാശികൾ നാം ഏകാത്മസ്നാനത്താൽ ഏക ശരീരത്തിൻ അംഗങ്ങളായവർ നാം ആഹാ ഏകാത്മസ്നാനത്താൽ ഏക ശരീരത്തിൻ അംഗങ്ങളായവർ നാം ആഹാ എത്ര ശുഭം എത്ര മോഹനം സോദരരുത്തു വസിപ്പതോർത്താൽ ക്രിസ്തുവിൻ നിസ്തുല സ്നേഹച്ചരടതിൽ കോർത്തുള്ള മുത്തുകൾ നാം ക്രിസ്തുവിൻ നിസ്തുല സ്നേഹച്ചരടതിൽ കോർത്തുള്ള മുത്തുകൾ നാം മൃത്യുവോ ജീവനോ ഒന്നുമേ നമ്മെ വേർപെടുത്താവതല്ല ആഹാ മൃത്യുവോ ജീവനോ ഒന്നുമേ നമ്മെ വേർപെടുത്താവതല്ല ആഹാ എത്ര ശുഭം എത്ര മോഹനം സോദരരുത്തു വസിപ്പതോർത്താൽ വിട്ടു പിരിയേണ്ട മണ്ണിൽ നാം കൂടുമ്പോൾ ഇത്ര സന്തോഷമെങ്കിൽ വിട്ടു പിരിയേണ്ട മണ്ണിൽ നാം കൂടുമ്പോൾ ഇത്ര സന്തോഷമെങ്കിൽ വിട്ടു പിരിയാത്ത വീട്ടിൽ നാം എത്തുമ്പോൾ എത്ര അത്യാനന്ദമേ ആഹാ വിട്ടു പിരിയാത്ത വീട്ടിൽ നാം എത്തുമ്പോൾ എത്ര അത്യാനന്ദമേ ആഹാ എത്ര ശുഭം എത്ര മോഹനം സോദരരുത്തു വസിപ്പതോർത്താൽ സിയോൻ ഗിരിയാതിൽ പെയ്യുന്ന മഞ്ഞുപോൽ എത്ര മനോഹരമേ ആഹാ സിയോൻ നഗരിയിൽ പെയ്യുന്ന മഞ്ഞുപോൽ എത്ര മനോഹരമേ എത്ര ശുഭം എത്ര മോഹനം സോദരരുത്തോ വസിച്ചുവിടുമ്പോൾ. Thank you. Thank you so much, Sujayanti, for that truly beautiful and soul-stirring devotional song. Edishona, like you said, we sure did start with an adivoli paata. പക്ഷേ ഇതിവിടെ തീരുന്നുണ്ടോ? ഇല്ല, ഇനി അടുത്തതായിട്ട് we would have a കഥാപ്രസംഗം. So let's hear a biblical story, a kadaprasangam, based on a Bible story. This traditional dramatic monologue will be performed by Dia Miriam George, Abia Rachel George, Felix Korean, and Heba Korean from St. Mary's Orthodox Church, Houston. Let's listen intently as they bring this timeless story to life. Please give them a round of applause. Good evening, respected Ajins and my dearly beloved in Christ. Here we are standing to tell a story that has happened 4,000 years ago. അതെ ചേച്ചാ, നമ്മൾ മലയാള കഥപ്രസംഗമല്ലേ പറയുന്നു? അത് ശരിയാണല്ലോ. ഇവിടെ ഇരിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം
പ്രതിഫലം നൽകുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രതിഫലം നൽകുന്ന ദൈവം, ദാനിയേലിൻ പ്രാർത്ഥന കേട്ട ദൈവം, ശക്തനാക്കുന്നതിൻ ദൈവം, ദാനിയേലിൻ പ്രാർത്ഥന കേട്ട ദൈവം, ശക്തനാക്കുന്നതിൻ ദൈവം. എന്നാ നമുക്ക് തുടങ്ങാം. ഈ ലോകത്ത് നീരോടും പ്രാർത്ഥനയോടും ജീവിച്ച ഒരു ചെറുപ്പക്കാരനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ചെറുപ്പക്കാരന്റെ പേരാണ് ദാനിയേൽ. ദാനിയേൽ നല്ല സുന്ദരനും ബുദ്ധിശാലിയും അതിനേലുപരി പ്രാർത്ഥനയുള്ളവനുമായിരുന്നു. ജോലി എന്താണെന്നറിയാമോ? ഒരു രാജ്യത്തിന്റെ 120 ഗവർണർമാരുടെ മേൽ അധികാരി. നമ്മുടെ മേൽ അധികാരി, അധികാരി, നെബൂഖദ്നേസർ രാജാവിന്റെ കാലത്തിൽ യെരൂശലേമും ബാബിലോണും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ യെരൂശലേം തോറ്റു, ബാബിലോൺ ജയിച്ചു. ബാബിലോൺ ദൈവത്തിന്റെ വിശുദ്ധ പാത്രങ്ങളും യഹൂദന്മാരെയും കൂട്ടിക്കൊണ്ടു പോയി. നമ്മുടെ ദാനിയേലും ഒരു യഹൂദനായിരുന്നു. നെബൂഖദ്നേസർ രാജാവിന് ആയിരുന്നു രാജാവ്. അക്കാലത്ത് നെബൂഖദ്നേസർ രാജാവ് അദ്ദേഹത്തിന് മന്ത്രിയെടുത്ത് അരുളി ചെയ്തു, മന്ത്രി തടവറയിൽ നിന്നും 4 യുവാക്കളെ തിരഞ്ഞെടുക്കുകയും അവ 4 ശക്തരും ബുദ്ധിശാലികളും ആയിരിക്കണം. അങ്ങനെ നമ്മുടെ മന്ത്രി 4 യുവാക്കളെ തിരഞ്ഞെടുത്തു. ഇവ 4 അസറിയ, ഹനന്യ, മിശായേൽ, പിന്നെ നമ്മുടെ ദാനിയേലും. തിരഞ്ഞെടുത്തു 4 ശക്തന്മാരെ, തിരഞ്ഞെടുത്തു ദാനിയേലിനെ തിരഞ്ഞെടുത്തു 4 ശക്തന്മാരെ, തിരഞ്ഞെടുത്തു ദാനിയേലിനെ തിരഞ്ഞെടുത്തു. ദാനിയേലിനും ആ കൂട്ടുകാർക്കും ഒരു പ്രത്യേക പേര് ഷണ്ഡാധിപൻ കൊടുത്തിരുന്നു. ദാനിയേലിന് ബെൽതെശസ്സാർ, ഹനന്യായ്ക്ക് ശദ്രക്, മിശായേലിന് മേശക്, അസറിയായ്ക്ക് അബേദ്നെഗോ എന്നും. ദാനിയേലിന് ദൈവം പ്രത്യേക കഴിവുകൾ കൊടുത്തിരുന്നു. സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും ഉള്ളൊരു കഴിവ്. രാജാവ് നൽകിയ ഭക്ഷണവും പരിശീലനങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം രാജാവിനോടൊരു ചോദ്യം ചോദിച്ചു. പ്രഭാതത്തിൽ 4 കാലിലും ഉച്ചയ്ക്ക് 2-ലും വൈകുന്നേരം 3-നും നടക്കുന്ന ഒരു ജീവിയുടെ പേര് പറയൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയില്ല അല്ലേ? മനുഷ്യൻ. ഉത്തരം കേട്ട രാജാവ് അതിശയിച്ചു. ദാനിയേലിനെ മേൽ തലവനാക്കി. അങ്ങനെ ഇരിക്കെ രാജാവ് ഒരു സ്വപ്നം കാണുന്നു. ഈ സ്വപ്നത്തിന്റെ അർത്ഥം രാജാവ് കൊട്ടാരത്തുള്ള എല്ലാ മന്ത്രികളോടും ജ്ഞാനികളോടും പുരോഹിതന്മാരോടും ചോദിച്ചു. എന്നാലോ ആർക്കും ഇതിന് ഉത്തരം പറയുവാൻ സാധിച്ചില്ല. ദാനിയേലിന് ദൈവം ഈ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. ദാനിയേൽ ഇത് ചെന്ന് രാജാവിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അന്ന് കുറച്ചു നാളുകൾക്ക് ശേഷം നെബൂഖദ്നേസർ രാജാവ് മരണമടഞ്ഞു. അങ്ങനെ ബെൽഷസാർ രാജാവായി. അവിടെ കൊട്ടാരത്തിൽ ഒരു വലിയ വിരുന്നൊരുക്കിയിരുന്നു. ആ വിരുന്നിൽ മാംസവും വീഞ്ഞും വിളമ്പിയത് ദൈവത്തിന്റെ വിശുദ്ധ പാത്രങ്ങളിലായിരുന്നു. ആ വിരുന്നിന് ഇടയിൽ ബെൽഷസാർ രാജാവ് ഒരു കാഴ്ച കണ്ടു. ഈ കാഴ്ച കണ്ട് ബെൽഷസാർ രാജാവ് ഭയപ്പെട്ടു. ദൈവത്തിന്റെ സ്വന്തം കൈപ്പടിയിൽ അതാ ആ ഭിത്തിമേൽ എഴുതിക്കുന്നു. ഈ പ്രകാരം എഴുതിയേക്കുന്നത് ദാനിയേലല്ലാതെ മറ്റാർക്കും ഇത് പറയുവാനോ ഇത് വായിക്കുവാനോ സാധിച്ചില്ല. ആ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: മെനെ, അങ്ങയുടെ രാജ്യം ഇനി ഇരിക്കുവാൻ യോഗ്യനുമല്ല. തെക്കേ, ഇനിയും ഈ രാജ്യത്തിന്റെ ദിവസങ്ങൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു. ഉഫാർസി, അങ്ങയുടെ രാജ്യം മറ്റാളുകൾക്ക് നൽകപ്പെടും. ഇത് കേട്ട് രാജാവ് ദാനിയേലിനെ മേൽ തലവനാക്കി. അന്ന് ആ രാത്രി ബെൽഷസാർ രാജാവ് മരണമടഞ്ഞു.
അങ്ങനെ ദാരിയസ് രാജാവായി. നിങ്ങൾക്ക് ആ കഥ അറിയത്തില്ലേ? അറിയാം. എന്നാ നിങ്ങൾ തുടങ്ങിക്കോ. ശരി. ദാരിയസ് രാജാവിന്റെ അടുത്ത കൂട്ടുകാരനായിരുന്നു ഡാനിയൽ. ദാരിയസ് രാജാവിന്റെ മറ്റു കൂട്ടുകാർക്ക് ഡാനിയലിനെ ഇഷ്ടമല്ല. അതെന്താ? ദാരിയസ് രാജാവിന്റെ മൂന്നാമത്തെ മേലധികാരനായിരുന്നു ഡാനിയൽ. ദാരിയസ് രാജാവിന്റെ കൂട്ടുകാർ ഒരു നിയമമുണ്ടാക്കി. എന്തോ നിയമം? ബാബിലോൺ ടൂറിലെ എല്ലാ ജനങ്ങളും ദാരിയസ് രാജാവിനെ പുകഴ്ത്തുകയും ആരാധിക്കുകയും ചെയ്യണം. നിയമം മനസ്സിലാക്കാത്തവർ സിംഹക്കുഴിയാണ്. എന്നാലോ ഡാനിയൽ 3 നേരം ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ദാരിയസ് രാജാവിന്റെ കൂട്ടുകാർ ഇത് അറിയാവുന്ന ഇത് ചെന്ന് ദാരിയസ് രാജാവിന്റെ അടുത്ത് പറയുകയും ചെയ്തു. ദാരിയസ് രാജ വളരെ പ്രയാസത്തോടെ ഡാനിയലിനെ സിംഹക്കുഴിയിലിട്ടു. രാജാവ് രാത്രി മുഴുവനും വളരെ അസ്വസ്ഥനായിരുന്നു. രാവിലെ രാജാവ് സിംഹത്തിന്റെ കുഴിയിൽ എത്തി. കാണുന്നത് സിംഹത്തിന്റെ തലോടുന്ന ഡാനിയലാണ്. രാജാവ് ഇത് കണ്ടപ്പോൾ അതിശയിച്ചു. ആ സിംഹക്കുഴിയിലും ദാനിയേൽ മുതുങ്ങാതെ പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വാ മൂടിക്കെട്ടി. ദാനിയേലിൻ ദൈവമേ കൂട്ടാളിയാണേ. അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമേ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞങ്ങൾ ആനന്ദദായകം. താങ്ക് യു. ഈ വർഷം ഫാമിലി കോൺഫറൻസിനായി നമ്മളും പോകുന്നില്ലേ ചേട്ടാ? ഈ വർഷം നമ്മളും ജോലി തിരക്കുള്ള സമയമാണ്. ഈ വർഷം ഫാമിലി കോൺഫറൻസിനായി നമ്മളും പോകുന്നില്ലേ ചേട്ടാ? ഈ വർഷം നമ്മൾ പോകുന്നില്ല, ജോലി തിരക്കുള്ള സമയമാണ്. രാജേഷ് അച്ഛൻ വന്നു വിളിച്ചിട്ടു പോയി, ചെല്ലാമെന്നോ ഞാൻ അങ്ങേറ്റു ചേട്ടാ. പെണ്ണെ പറഞ്ഞില്ലേ ഈ വർഷം നമ്മൾ ഫാമിലി കോൺഫറൻസിന് പോകുന്നില്ല. സെന്റ് തോമസ് കത്തീഡ്രൽ കമ്മിറ്റിക്കാർ രജിസ്ട്രേഷൻ ചെയ്യാനായി ഓടി നടക്കുന്നു. അവരെല്ലാം കമ്മിറ്റി ഓടി നടക്കട്ടെ, നീ ആ വഴിക്കൊന്നും പോകണ്ടാടി. രജിസ്ട്രേഷൻ ഈ വർഷം $60. 2 പേരെ അങ്ങ് ബുക്ക് ചെയ്യൂ. $60 5000 രൂപയ അടുത്താണ്ടിൽ നിന്നെ ഞാൻ കൊണ്ടുപോകാം. രജിസ്ട്രേഷൻ ഈ വർഷം വെറും $60. 2 പേരെ അങ്ങ് ബുക്ക് ചെയ്യൂ. $60 5000 രൂപയ അടുത്താണ്ടിൽ നിന്നെ ഞാൻ കൊണ്ടുപോകാം. നമ്മുടെ അലയടിക്കുമ്പോൾ ഇതാ ഒരു ക്രിസ്തീയ വിപ്ലവഗാനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ഡാളസ്, ഓക്കൽഹോമ, ഡെൻവർ,
റീജൻ്റെ മനോഹരമായ ഈ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇതിൻ്റെ ലിറിക്സ് ആൻഡ് മ്യൂസിക് ബൈ സണ്ണി തോമസ്, സെയിൻറ്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് ഇന്ത്യ, കാരോട്ട്, സെയിൻറ്റ് മേരീസ്. ഉണരുക ഉണരുക ഉണരുക, സമയം പോയി ത്വരിതമായി ഉണര വേണ്ട കാലമായി. ഉണരുക ഉണരുക ഉണരുക, ഉണരുക ഉണരുക ഉണരുക, സമയം പോയി ത്വരിതമായി ഉണര വേണ്ട കാലമായി. ഉണരുക ഉണരുക ഉണരുക. വളരെ സഭയുടെ മക്കളാണെങ്കിലും അഭിപ്രായ ഭിന്നതകൾ മൂലം ശത്രുതാ മനോഭാവം ഉടലെടുക്കുന്നു. ആശ്വസിക്കുവാൻ ആവശ്യമായ ഒരു ആശാകേന്ദ്രമായി യേശു ക്രിസ്തു ഉള്ളപ്പോൾ നാം എന്തിന് വ്യാകുലപ്പെടണം? ഞാനും നീയും ആശ്രയിപ്പ ക്രിസ്തുനാഥനുണ്ടല്ലോ, നമ്മളേറ്റ മാമോദീസ ഒന്നു തന്നെയല്ലയോ. ഞാനും നീയും ആശ്രയിപ്പ ക്രിസ്തുനാഥനുണ്ടല്ലോ, നമ്മളേറ്റ മാമോദീസ ഒന്നു തന്നെയല്ലയോ. നമ്മൾ കേൾക്കും വിശ്വാസവും ഒന്നു തന്നെയല്ലയോ. പിന്നെ എങ്ങു നിന്നു വന്നു ഭിന്നപക്ഷം നമ്മളിൽ. നമ്മൾ കേൾക്കും വിശ്വാസവും ഒന്നു തന്നെയല്ലയോ. പിന്നെ എങ്ങു നിന്നു വന്നു ഭിന്നപക്ഷം നമ്മളിൽ. ഉണരുക ഉണരുക ഉണരുക, സമയം പോയി ത്വരിതമായി ഉണര വേണ്ട കാലമായി. ഉണരുക ഉണരുക ഉണരുക. എന്തിന് പള്ളികളിൽ ജനറൽ ബോഡി കൂടുമ്പോൾ അഭിപ്രായ ഭിന്നതകൾ മൂലം പരസ്പരം വിദ്വേഷം വളരുന്നു. ഞാൻ പറയുന്നത് ശരിയെന്ന് നാം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഈ മത്സരം? എന്തിനീ മത്സരങ്ങൾ വെച്ചു നാം പുലർത്തണം, എന്തിനീ വിദ്വേഷവും വെച്ചു നാം ജീവിക്കണം. എന്തിനീ മത്സരങ്ങൾ വെച്ചു നാം പുലർത്തണം, എന്തിനീ വിദ്വേഷവും വെച്ചു നാം ജീവിക്കണം. വ്യർത്ഥഭാരമൊക്കെയും കളഞ്ഞു നാം ഇറങ്ങണം, പള്ളികളിൽ ശാന്തിയും സന്തോഷവും വളർത്തണം. വ്യർത്ഥഭാരമൊക്കെയും കളഞ്ഞു നാം ഇറങ്ങണം, പള്ളികളിൽ ശാന്തിയും സന്തോഷവും വളർത്തണം. ഉണരുക ഉണരുക ഉണരുക, സമയം പോയി ത്വരിതമായി ഉണരുവേണ്ട കാലമായി. ഉണരുക ഉണരുക ഉണരുക. മനുഷ്യൻ സമാധാനമില്ലാതെ അലയുകയാണ്. രാജ്യം രാജ്യത്തോടും മനുഷ്യൻ മനുഷ്യനോടും മല്ലടിക്കുന്നു. നാം ദൈവത്തോട് കൂടുതൽ അടുക്കേണ്ടിയിരിക്കുന്നു. ആയിരങ്ങൾ മാണ്ടിടുന്നു, തലയുയർത്തി നോക്കുക. രാജ്യങ്ങൾ തകർന്നിടുന്നു, മനസ്സിരുത്തി ചിന്തിക്കാം. ആയിരങ്ങൾ മാണ്ടിടുന്നു, തലയുയർത്തി നോക്കുക. രാജ്യങ്ങൾ തകർന്നിടുന്നു, മനസ്സിരുത്തി ചിന്തിക്കാം. ആത്മകാര്യം ഇന്നു പോയി സഹോദര, സ്വന്ത കാര്യം നേടുവാൻ ഇതല്ല കാലം ഓർക്കുക. ആത്മകാര്യം ഇന്നു പോയി സഹോദര, സ്വന്ത കാര്യം നേടുവാൻ ഇതല്ല കാലം ഓർക്കുക. ഉണരുക ഉണരുക ഉണരുക, സമയം പോയി ത്വരിതമായി ഉണരുക കാലമായി. ഉണരുക ഉണരുക ഉണരുക.